കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റൽ കഞ്ചാവ് സംഭരണ കേന്ദ്രമാക്കിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് വിൽപ്പനയെന്നും പോലീസ്. ബണ്ടിലുകളിലായി എത്തുന്ന കഞ്ചാവ് മൊത്തമായി വാങ്ങി കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തിയെന്നും ഷാലിക് പോലീസിന് മൊഴി നൽകി. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക് കോളേജ് ഹോസ്റ്റലിനെ കഞ്ചാവ് സംഭരിക്കുന്നതിനുള്ള കേന്ദ്രമാക്കിയെന്ന് പോലീസ് പറഞ്ഞു. ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് ബണ്ടിലായി വാങ്ങുന്ന കഞ്ചാവ് ഹോസ്റ്റലിൽ വെച്ചാണ് ചില്ലറ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്നത്. 18,000 രൂപയ്ക്ക് ഷാലിക്ക് വാങ്ങുന്ന കഞ്ചാവ് 26,000 രൂപയ്ക്കാണ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തിയിരുന്നത്. ഒരു ഇടപാടിൽ 6,000 രൂപയുടെ ലാഭം. ഇത്തരത്തിൽ നിരവധി തവണ കഞ്ചാവ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഷാലിക് പോലീസിന് മൊഴി നൽകി. കളമശ്ശേരിക്ക് പുറമെ മറ്റ് പല കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും ലഹരി നൽകിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട്. കഞ്ചാവിന് പുറമെ രാസലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 7 തവണ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതായും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. 6 മാസം മുൻപാണ് കഞ്ചാവ് ഇടപാട് തുടങ്ങിയതെന്നും ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ ഏകോപിപ്പിച്ചിരുന്നത് അനുരാജാണെന്നും പോലീസ് വ്യക്തമാക്കി. ഹോസ്റ്റലിൽ ഹോളി ആഘോഷത്തിനായി കഞ്ചാവ് എത്തിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ പണമിടപാടിലൂടെ 16,000 രൂപ സമാഹരിച്ചു. ഈ തുക പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖ്, ഷാലിക് എന്നിവർക്ക് അനുരാജ് കൈമാറിയെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ നേരിട്ടും പണം കൈമാറിയവരുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഓൺലൈൻ പണമിടപാടിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴിയെടുക്കും. പ്രതികളുടെ മൊഴികളും ഇവരുടെ ഫോൺ, ബാങ്ക് ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.